ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം കാരണം തലസ്ഥാനത്ത് മുസ്ലിം ജനസംഖ്യയിൽ ഗണ്യമായ വർധനവുണ്ടായതായി JNU സർവകലാശാല നടത്തിയ പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഗുരുതരമായ പഠന റിപ്പോർട്ടാണ് സർവകലാശാല പുറത്തുവിട്ടിരിക്കുന്നതും. ബംഗ്ലാദേശ്, മ്യാൻമർ പൗരന്മാരുടെ അനധികൃത കുടിയേറ്റത്തെക്കുറിച്ച് JNU സർവകലാശാല നടത്തിയ പഠനത്തിലാണ് ഗുരുതരമായ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നതും. അനധികൃത കുടിയേറ്റം ഡൽഹിയുടെ മതപരമായ ഘടനയെ മാറ്റിമറിച്ചു. പ്രാദേശിക ഐക്യത്തിന് ബാധിക്കുന്ന തരത്തിലാണ് ഇവരുടെ കുടിയേറ്റം അല്ലെങ്കിൽ കൂട്ടത്തോടെയുള്ള താമസമെന്നും വ്യക്തമാക്കുന്നു. ഇതിലൂടെ ക്രിമിനൽ സംഘങ്ങൾ രൂപപ്പെടുവാനും സംഘടിത കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുവാനും കാരണമായിട്ടുണ്ട്. ഇവർ ഡൽഹിയുടെ സമ്പദ് വ്യവസ്ഥയെയും സാമൂഹിക സ്ഥിതിയെയും തകിടം മറിച്ചിട്ടുണ്ട്. ഇവർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കാൻ ഒത്താശ ചെയ്യുന്ന ചില രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കൂട്ടാളികളുമാണ് എന്നാണ് പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇവരുടെ സഹായത്തോടെ തന്നെ വോട്ടർ പട്ടികയിൽ അടക്കം ബംഗ്ലാദേശ്, മ്യാൻമർ പൗരന്മാർ കടന്നുകൂടിയിട്ടുണ്ട് എന്നും വ്യക്തമാകുന്നു. സിലിംപൂർ, ജാമിയ നഗർ, സാക്കിർ നഗർ, സുൽത്താൻപുരി, ജഫർബാദ് എന്നിവിടങ്ങളിലാണ് ഇവർ പ്രധാനമായും താമസിക്കുന്നതെന്നും 144 പേജുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മഹാരാഷ്ട്രയിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിന് സമാനമാണ് JNUവിലെ കണ്ടെത്തലുകൾ. ആം ആദ്മി പാർട്ടി റോഹിംഗ്യകളെ ഡൽഹിയിലെ വോട്ടർമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നതും BJP നേതാവ് കബീർ മിശ്ര ആരോപിച്ചിരുന്നു. വ്യാജ തിരിച്ചറിയൽ രേഖകൾ സംഘടിപ്പിച്ചുകൊണ്ട് നൽകിയത് ആം ആദ്മി പാർട്ടി നേതാക്കളാണ് എന്ന റോഹിംഗ്യകളുടെ വെളിപ്പെടുത്തലും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് JNUവിന്റെ പഠന റിപ്പോർട്ടും. അതേസമയം ബംഗ്ലാദേശിലെ അനധികൃതമായി നുഴഞ്ഞു കയറാൻ ഒരു സംഘം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ളവരെ ഇന്ത്യയിലേക്ക് കടത്തുന്നതിന് ഏജന്റുമാരുടെ സമഗ്രമായ ഒരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായതും. അനധികൃത പ്രവേശനം ഉറപ്പാക്കുന്നതിനും വ്യാജ തിരിച്ചറിയൽ രേഖകൾ സമ്പാദിക്കുന്നതിനും ഇന്ത്യയിൽ തൊഴിൽ കണ്ടെത്തുന്നതിനുമായുള്ള പരിധി ഒരു പരമാവധി ചിലവെന്ന് പറയുന്നത് 25,000 രൂപ മാത്രമാണ് എന്നും പോലീസ് വെളിപ്പെടുത്തിയിരുന്നു. പശ്ചിമ ബംഗാളിലൂടെ കരമാർഗമാണ് ഏറ്റവും സുരക്ഷിതവും ചിലവേറിയതുമായ പാത. ഒരാൾക്ക് 20,000 രൂപ വേണ്ടിവരും. ഏജന്റുമാർ സുരക്ഷിതമായ ഒരു ക്രോസിംഗും ഉറപ്പു നൽകുന്നുണ്ട്. പർവ്വതപാതയാണ് വളരെ ദുഷ്കരമായ വഴി. ഇതിനൊരാൾക്ക് 80,000 രൂപയാണ് ഏജന്റുമാർ ഈടാക്കുന്നത്. ജലപാതകൾ വഴിയാണെങ്കിൽ 4,000 രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. എന്നാൽ മുതലയുടെയും കടുവയുടെയും ആക്രമണം പോലുള്ള അപകടങ്ങൾ നിറഞ്ഞ മാർഗമാണിത്. പർവ്വതപാത പോലെ നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇതിനോടും ആഭിമുഖ്യമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരുന്നതും. അതേസമയം ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി അല്ലെങ്കിൽ കൃത്യമായ രേഖകളില്ലാതെ മഹാരാഷ്ട്രയിൽ എത്തിയ ദമ്പതികളെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. സുരക്ഷാ സേനയും പോലീസും നടത്തിയ പരിശോധനയിലാണ് ദമ്പതികളെ പിടികൂടിയതും. ഇവർക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു. ഇവർക്ക് താമസിക്കാൻ വാടകയ്ക്ക് വീട് നൽകിയ വീട്ടുടമയ്ക്കെതിരെയും കേസെടുത്തിരുന്നു. അതേസമയം പ്രതിവർഷം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണിപ്പോൾ ഉണ്ടായിരിക്കുന്നതും. എന്നാൽ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുന്നത് കോൺഗ്രസ് ആണെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും ഈയിടെ ഒരു യുവാവ് നടത്തിയിരുന്നു. ഞാനൊരു ബംഗ്ലാദേശിയാണ്. ബംഗളൂരുവിൽ ഞാൻ 3000-ലധികം പേരുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നായിരുന്നു ആ യുവാവ് വീഡിയോയിൽ വെളിപ്പെടുത്തുന്നത്. ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് യുവാവ് മറുപടി നൽകുന്നത്. ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. കണക്കിലധികം ബംഗ്ലാദേശികൾ ബംഗളൂരുവിൽ താമസമാക്കിയിട്ടുണ്ട് എന്നതിന്റെ നേരിട്ടുള്ള തെളിവായിട്ടാണ് ഇപ്പോൾ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. റോഡിൽ ചോദ്യം ചോദിക്കുന്ന യുവാവിനോട് ഒരാൾ സംസാരിക്കുന്നതായിട്ടാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ ആരാണ് എന്ന് യുവാവ് ചോദിക്കുമ്പോൾ ഞാൻ ബംഗ്ലാദേശിൽ നിന്നാണ്, ഞാൻ ഇവിടെ ബംഗളൂരുവിലാണ് താമസമെന്നും എന്നെ പോലെ 3000-ലധികം ബംഗ്ലാ ജനത ഇവിടെ സ്ഥിര താമസമാക്കിയിട്ടുണ്ട് എന്നും അയാൾ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് രേഖകൾ ഉണ്ടോ എന്ന ചോദ്യം വരുന്നു. അതിന് അതേ ഉണ്ട് എന്നാണ് മറുപടിയും നൽകുന്നത്. ഞങ്ങൾക്ക് ആധാർ കാർഡ് ഉണ്ട്, വോട്ടർ ID കാർഡ് ഉണ്ട്. ഓരോ തവണയും ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നുവെന്നും അയാൾ വ്യക്തമാക്കിയിരുന്നു. സലീം ഞങ്ങൾക്ക് അഭയം നൽകിയെന്നും യുവാവ് പറയുന്നു. ഓർഗനൈസർ ആഴ്ചപ്പതിപ്പിന്റെ X അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ ഇപ്പോൾ വൈറലായി മാറുകയാണ്. അതിനിടെ ബംഗളൂരു പോലീസിന്റെ വിവിധ ഓപ്പറേഷനുമായി നിരവധി ബംഗ്ലാദേശികളെയും റോഹിംഗ്യൻ മുസ്ലിങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട് എന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. സംസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി പൗരന്മാരെ കണ്ടെത്തി തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയോ നാടുകടത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുകയോ ചെയ്യുമെന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയായ Dr. G. പരമേശ്വര വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.